സൂര്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലളിതാ സഹസ്രനാമത്തിൻ്റെ 4-ാമത്തെ ലെസനാണ്. 7 നാമങ്ങൾ പറഞ്ഞു കഴിഞ്ഞു 3 ലെസൺസിലൂടെ. ഇന്ന് 4 നാമങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നു. ഇന്ന് ഉദ്ദേശിക്കുന്ന നാമങ്ങൾ രാഗസ്വരൂപ പാഷാഢ്യ, ക്രോധാകാരാങ്കുശോജ്വല, മനോരൂപേക്ഷുകോദണ്ഡ, പഞ്ചതന്മാത്രസായക. രാഗസ്വരൂപ പാഷാഢ്യ എന്ന് പറഞ്ഞാൽ ദേവി 4 തൃക്കൈകളിൽ 4 ആയുധങ്ങൾ ഏന്തിയിരിക്കുന്നു. രാഗസ്വരൂപ പാഷാഢ്യ എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ പാശം, കയറ്. അടുത്തത് ക്രോധാകാരാങ്കുശോജ്വല, അങ്കുശം ഏന്തി ദേവി ഉജ്ജ്വലയായി ഇരിക്കുന്നു. അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി. 3-ാമത്തേത് മനോരൂപേക്ഷുകോദണ്ഡ, ഇക്ഷുകോദണ്ഡം, അതായത് കരിമ്പിൽ ഉണ്ടാക്കിയ വില്ല് 3-ാമത്തെ കയ്യിൽ. പഞ്ചതന്മാത്രസായക, നമ്മളുടെ പഞ്ചതന്മാത്രയിലൂടെ ഉള്ള അമ്പ്. അപ്പോൾ 4 തൃക്കൈകളിൽ ഒന്നിൽ കയറ്, തോട്ടി, പിന്നെ ഒന്നിൽ വില്ല്, അമ്പ്. ഈ 4 നാമങ്ങളും എങ്ങനെ ശരിയായിട്ട് ഉച്ചരിക്കണം, അതിൻ്റെ പരിപൂർണ ഫലസിദ്ധിക്ക് വേണ്ടി ഇപ്പോൾ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. രാഗസ്വരൂപ പാഷാഢ്യ, രാഗസ്വരൂപ പാഷാഢ്യ, രാഗസ്വരൂപ പാഷാഢ്യ, ക്രോധാകാരാങ്കുശോജ്വല, 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 മനോരൂപേക്ഷുകോദണ്ഡ, 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 പഞ്ചതന്മാത്രസായക, പഞ്ചതന്മാത്രസായക, പഞ്ചതന്മാത്രസായക. ഇതിൽ അവസാനം പറഞ്ഞ 2 നാമങ്ങളുടെ അർത്ഥം, ദേവി അമ്പും വില്ലും കയ്യിൽ ധരിച്ചിരിക്കുന്നു. മനസ്സിൻ്റെ രൂപത്തിലുള്ള വില്ല്, നമ്മളുടെ പഞ്ചതന്മാത്ര അതിലുള്ള അമ്പ്. ഇതിൻ്റെ അർത്ഥം നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മൾ കൺട്രോളിൽ വെച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ ഗൂഢാർത്ഥം. അപ്പോൾ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമാണ് നമ്മളെ ഉന്നത നിലയിൽ കൊണ്ടുപോകുന്നതും നമുക്ക് അധപ്പതനം സംഭവിക്കുന്നതും ഈ 2 കാര്യങ്ങളിലൂടെയാണ്. മനസ്സിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും വൃത്തിയായി, അനാവശ്യമായ ചിന്തകൾ വരാതെ വൃത്തിയായി സൂക്ഷിച്ച് അതിലൂടെ നമ്മൾ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഉന്നതി നേടണം. ദേവിയുടെ അനുഗ്രഹത്തിലൂടെ നിത്യവും ഈ 11 നാമങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പറയുക. ജീവിതത്തിൽ തീർച്ചയായും ഉന്നതി ലഭിക്കും. ഇനി ദിവസം കൂടുന്തോറും ഈ 2-3 നാമങ്ങൾ ഞങ്ങളുടെ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അത് കേട്ട് ലളിതാ സഹസ്രനാമം അറിയാത്തവർ നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിച്ച് ഇത് നിത്യം പാരായണം ചെയ്യണം. നിത്യം ദേവിയെ ധ്യാനിക്കണം. ധ്യാനത്തിൻ്റെ ഗൈഡൻസ് വേണമെന്നുള്ളവർ ഞങ്ങളെ ഫോണിലൂടെ വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുവാൻ സ്വാമി സൂര്യ ചാനൽ എല്ലായ്പ്പോഴും സന്നദ്ധരാണ്. താങ്ക് യു ഓൾ.